ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഫോർത്ത് സ്റ്റാൻഡേർഡ് സെക്കൻഡ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. ദ ഓർഗനൈസേഷൻ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് എ പ്ലാൻ ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ ആൻഡ് റിനോവേഷൻ. അതിന് നമുക്ക് കൃത്യമായൊരു ഡോക്യുമെൻറ്റഡ് പ്ലാൻ ഉണ്ടാവണം. അതിന് നമ്മുടെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ റിസ്ക് അസസ്മെൻറ്റ് ടൂളുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും റിനോവേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ എയർബോൺ ഡിസീസസിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അല്ലെ വാട്ടർ പൊല്യൂട്ടഡ് ആകുന്നതിനുള്ള സാധ്യത എത്രമാത്രം ഉണ്ട്, അതിനകത്ത് ഒരു ബാക്ടീരിയൽ കോളനൈസേഷൻ ഉണ്ടാകുന്നതിനുള്ള പോസിബിലിറ്റി എത്ര കൂടുതലുണ്ട് എന്ന് അസസ് ചെയ്യണം. അതിൻ്റെ പ്രിവെൻഷൻസ് നമ്മൾ കൃത്യമായും പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. ആ റിനോവേഷൻ വർക്ക് ഹോസ്പിറ്റലിൽ നടക്കുന്നതിന് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ടീം കൃത്യമായിട്ടും അതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ സെഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യണം. കൺസ്ട്രക്ഷൻ ടീമിനെ സംബന്ധിച്ചോളം പേഷ്യൻസിന് എത്രമാത്രം ഒരു സെഗ്രിഗേഷൻ അവിടെ വേണം, ട്രാഫിക് ഫ്ലോ എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെക്കുറിച്ച് വലിയ ധാരണയുണ്ടാവില്ല. അപ്പോൾ അവരുപയോഗിക്കാൻ പോകുന്ന മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടുണ്ടാകാവുന്ന എയർ പൊല്യൂഷൻസിനെ മനസ്സിലാക്കി നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിവെൻഷൻ ടീം കൃത്യമായും ഗൈഡ് ലൈൻസ് കൊടുത്തിട്ട്, അത് നമുക്ക് ICRA കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്. ആ ഗൈഡ് ലൈൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ തൊട്ട് മുമ്പ് എയർ കണ്ടീഷനെ കുറിച്ച് പറയുമ്പോൾ NABH ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ എയർ കണ്ടീഷനിങ്ങിനെ കുറിച്ച് വ്യക്തമായ ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ റിസ്ക് അസസ്മെൻറ്റ് ടൂളുണ്ട് ICR. സോ ആ ടൂൾ അനുസരിച്ച് ബിഫോർ ദ കൺസ്ട്രക്ഷൻ നമ്മൾ വരാൻ പോകുന്ന ഒരു ചാപ്റ്ററിൽ വിശദമായി ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് അധികം അതിലേക്ക് പോകുന്നില്ല. എന്നാലും നമുക്ക് ബിഫോർ സ്റ്റാർട്ടിങ് ദ കൺസ്ട്രക്ഷൻ ഓർ റിനോവേഷൻ നമ്മൾ ICRA ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായും മാനദണ്ഡങ്ങൾ, ഒരു പോസിബിലിറ്റി അവിടെ കൃത്യമായിട്ട് പ്ലാൻഡ് ആയിരിക്കണം. സോ ഒരു കൃത്യമായ പ്ലാനിങ്ങിലായിരിക്കണം നമ്മളുടെ കൺസ്ട്രക്ഷൻ റിനോവേഷൻസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സോ IPC 4B, the organization designs and implements a plan to reduce the risk of infection during construction and renovation.